പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ ഭാഗമാണ് യേശു തൻ്റെ സ്വന്തം പട്ടണമായ നസറത്തിൽ നിന്ന് തൻ്റെ സുവിശേഷം ജീവിതം, അവിടുന്ന് ആ പരസ്യ ജീവിതത്തിൽ തൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടുന്ന് ആരംഭിക്കുന്നു എന്നാണ് ലൂക്ക എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് കാണുമ്പോൾ അവിടെ പ്രവാചകൻ, അതായത് യഹൂദജനം സ്വന്തം ഇടവക അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം പള്ളി, അവിടുത്തെ ആ സിനഗോഗിൽ സ്വന്തം ജനം തന്നെ, യഹൂദജനം തന്നെ, ബന്ധുക്കളും സ്വന്തക്കാരും അവരൊക്കെ തന്നെ അദ്ദേഹത്തെ പരിത്യജിക്കുന്നു എന്നുള്ള രീതിയിലാണ്. സ്വന്തം ജനം രാജ്യത്തിൻ്റെ സുവിശേഷത്തെ പരിത്യജിക്കുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നു, ഒരിക്കലും പ്രവാചകന്മാർ സ്വന്തം ഭവനത്തിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം ഇടവകയിൽ, സ്വന്തം ജനങ്ങൾ അവരെ സ്വീകരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് പുതിയ കാര്യമല്ല എന്ന് പറയുന്നത് അവരെ പഴയ കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ അവർക്ക് തങ്ങൾ പ്രവാചകന്മാരുടെ, ദൈവപുരുഷന്മാരുടെയും ദൈവം നിയോഗിച്ചയച്ചവരുടെയൊക്കെ കൊലയാളികളാണ് എന്നുള്ള തങ്ങളുടെ പൂർവികർ ആണെന്നുള്ള ഒരു ബോധ്യം, അവരുടെ ആ ഒരു ഓർമ്മ അവരുടെ മനസ്സുകളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അങ്ങനെ നടന്നിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സുകളിൽ അങ്ങനെ ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ വളരെ ദുശാഠ്യത്തോടുകൂടി, കോപത്തോടുകൂടിയൊക്കെ ഇരുന്നത്. എന്താണ് ഇനിയും പറയാൻ പോകുന്നത് എന്ന് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 25, 26, 27 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സരപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. അപ്പോൾ അവൾ പറയുന്നത്, ആഹാബ് രാജാവിൻ്റെ കാലത്തെ ആ വലിയ ക്ഷാമം പൂർണ്ണമായും ഇസ്രായേലിൽ ആ ക്ഷാമം അനുഭവപ്പെട്ടു. കാരണം അവർ പ്രവാചകൻ പറഞ്ഞതൊന്നും, ദൈവം അറിയിച്ചതൊന്നും അവർ വിശ്വസിച്ചില്ല, പ്രവാചകനിൽ വിശ്വസിച്ചില്ല. പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ അവർക്ക് അത് വിശ്വസിക്കാനും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തിൽ നിന്നകന്ന്, ദൈവം അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് വിഗ്രഹാരാധനയും പാപവും, മനുഷ്യൻ ഉള്ള പാപങ്ങളും എല്ലാം അവിടെ നിലനിൽക്കുകയായിരുന്നു. അതെല്ലാം തുടർന്നുകൊണ്ടിരുന്നു പൂർവ്വശക്തിയോടുകൂടി തന്നെ. അപ്പോൾ അവരവിടുന്ന് നിരസിച്ചപ്പോൾ ദൈവം അകലെയുള്ള പ്രദേശത്തെ സീദോനിലെ ഒരു വിധവയുടെ അടുത്താണ് അയക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലിലെ വിധവകളുടെ അടുത്തല്ല, ധാരാളം വിധവകളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെങ്ങും അയക്കാതെ അകലെ ദേശത്ത് ഒരു വിധവയുടെ അടുക്കലേക്കാണ് കർത്താവ് ഏലിയായെ അയച്ചത്. ജീവൻ നിലനിർത്താൻ, അവിടുന്ന് ആഹാരം കൊടുക്കാനായിട്ട്. ഒന്നുമില്ലാത്ത ഒരു വിധവ, അല്പം മാവുണ്ടായിരുന്നത്, ഒരു അപ്പം എങ്ങനെയെങ്കിലും അത് ഉള്ളതുകൊണ്ട് ചുട്ടെടുത്ത് മകനും ആ വിധവയും കഴിച്ചും കൊണ്ട് മരിക്കാനാണ്, പിന്നെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അയച്ചത്. അപ്പം കർത്താവ് അവരെ അവിടുന്ന് അതിശയകരമായിട്ട്
തീറ്റിപ്പോറ്റിയിരുന്നു, ഏലിയായെയും ആ വിധവയും മകനെയും. അപ്പോൾ ഇത് അവർ തിരസ്കരിച്ചാൽ ഇങ്ങനെയുള്ളിടത്തോട്ട് ആണ് ഇനിയും പോകേണ്ടുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് 27-ാമത്തെ വാക്യത്തിൽ 1 രാജാക്കന്മാർ 17 അധ്യായം മുഴുവനും ഏലിയായുടെ കാലത്തെ ആ സംഭവമാണ് പറയുന്നത്. ഇനി 27-ാമത്തെ വാക്യത്തിൽ എലീഷ പ്രവാചകൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ കാലത്തെ സംഭവം. ഏലിയ കഴിഞ്ഞ ഉടനെ എലീഷ പ്രവാചകനായിരുന്നു ഇസ്രായേലിൽ പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. സിറിയയിൽ നാമാൻ സിറിയക്കാരനാണ്, ഇസ്രായേൽക്കാരനല്ല. ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അനേകം കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രാപിക്കാമായിരുന്നു. പക്ഷേ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ദൈവത്തെ നിരാകരിച്ച് കഴിയുന്ന ജനതകളായിരുന്നുള്ളൂ. ഇതുപോലെ ഇപ്പം കർത്താവിനോട് ഇപ്പം ഇവിടെ യേശുവിനോട് കാണിച്ചതുപോലുള്ള നിഷേധം ആയിരുന്നു അന്ന് ഇവർ സ്വീകരിച്ചത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അറിയിപ്പ് അവർക്ക് സ്വീകരിക്കാൻ പ്രയാസമായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ, ഇതുപോലെ ഏലീഷ 2 രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം മുഴുവനും എലീഷ പ്രവാചകൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് അവിടുന്ന് സിറിയൻ സേനാധിപൻ, അതായത് ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഏതാണ്ട് ശത്രുതയിലാണ്. അപ്പം അവിടെ സിറിയയുടെ ആധിപത്യമാണ് അവർ സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കൂടുമ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇസ്രായേലിയർക്ക് വേണ്ടിയല്ല, യഹൂദർക്ക് വേണ്ടിയല്ല അപ്പോൾ എലീഷ പ്രവർത്തിച്ചത് എന്ന് അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അപ്പം നാമാൻ എന്ന് പറയുന്ന സേനാധിപൻ എലീഷ മുഖാന്തരം കർത്താവ് അവനോട് പ്രവർത്തിച്ചു സൗഖ്യപ്പെട്ടു. അപ്പോൾ ഇതുപോലെ പ്രവാചകനെ അവർ അംഗീകരിച്ചു, വിജാതീയർ അംഗീകരിച്ചു, മറ്റ് രാജ്യക്കാർ, മറ്റ് ദേശക്കാർ അംഗീകരിച്ചു. കർത്താവിനെ അവർ സ്വീകരിക്കുകയും ചെയ്തു. നാമാൻ ശപഥം ചെയ്തു, ഇനിമേൽ ഞാൻ നിൻ്റെ കർത്താവിനെ ആയിരിക്കും, ജീവനുള്ള ദൈവത്തെ ആയിരിക്കും ഞാൻ ആരാധിക്കുന്നത്, അല്ലാതെ വിഗ്രഹ ആരാധനയ്ക്ക് ഇനി ഞാനില്ല എന്ന് വിജാതീയർ ശപഥം ചെയ്തു പറഞ്ഞു. എലീഷായെ വണങ്ങിക്കൊണ്ട് അവിടുന്ന് അവൻ പോയി. അപ്പോൾ ഇവർ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലാണ് ഞാൻ പോകുന്നത്, ഇനിയും വിജാതീയരുടെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ള ഒരു വലിയ അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ അത്രയ്ക്കങ്ങ് കോപാകുലരായി. അതുവരെ സഹിച്ചുകൊണ്ടിരുന്നു. ഇതും കൂടെ ഈ 2 സംഭവങ്ങളും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അത്യധികം കോപാവേശം കൊണ്ട് അവർ പല്ലിറുമുകയും യേശുവിനെ വധിക്കാൻ ഒരുങ്ങുകയുമായിരുന്നു. അത് കാരണം ഇതാണ്, യഹൂദനായ തങ്ങൾ പ്രവാചകനെന്ന് വിചാരിച്ചിരുന്ന ആൾ തങ്ങളെ തള്ളിക്കളഞ്ഞും കൊണ്ട് തങ്ങളെക്കാളും മെച്ചമാണ് മറ്റുള്ളവർ, വിജാതീയർ. അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താൻ, അവരെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി അവൻ പ്രയത്നിക്കുന്നു. എന്നാൽ അവർക്കൊട്ടും സഹിക്കാത്ത കാര്യമാണ് യഹൂദന്. തങ്ങളെക്കാളും മേന്മയായിട്ട് മറ്റുള്ളവരെ കരുതുക, മേലെയായിട്ട്. അപ്പോൾ അതാണ് അവിടെ അവർ ഇത്രയും കോപാവേശം കൊള്ളാൻ കാരണം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും 31 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർനഹൂമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. അപ്പോൾ അവിടെ കർത്താവ്, അവിടെ യേശു ചെയ്യുന്നത്, മറ്റുള്ളവർ അവിടെ പ്രവർത്തിച്ചിരുന്നത്, മറ്റ് പ്രവാചകന്മാർ നേരത്തെ കർത്താവ് അരുളി ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇവിടെ കർത്താവ് അരുളി ചെയ്യുന്നതല്ല, കാരണം യേശു ഡയറക്റ്റായിട്ട് അവരോട് സംസാരിക്കുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ ദൈവം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ്. അല്ല ഞാൻ പറയുന്നു, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുള്ള കാര്യങ്ങളല്ല അവർ ഉപയോഗിച്ചിരുന്നത്. യേശു ഇതാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഞാൻ പറയുന്നു, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെല്ലാം അങ്ങനെയാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത് യേശു. അപ്പോൾ ഇത് വളരെ അധികാരത്തോടു കൂടി, അതവർക്ക് അതിശയമായി, സാധാരണക്കാർക്ക് അതിശയകരമായിട്ട് അത് തോന്നി. ഇവിടെ നസ്രത്തിലും അങ്ങനെയാണ്, സാധാരണക്കാർ അതിശയകരമായിട്ടാണ് അവർക്ക് തോന്നി. പക്ഷേ യഹൂദ പ്രമാണികളുടെ എതിർപ്പ് മൂലം, അവരുടെ ഇഷ്ടമില്ലായ്മ മനസ്സിലാക്കിയ സാധാരണ ജനത്തിന് പ്രതികരിക്കാൻ കഴിയത്തില്ല. കാരണം അവരും ചിന്തിച്ചപ്പോൾ ഇവൻ യോസഫിൻ്റെയും മറിയയുടെയും മകനും ആണ്, സഹോദരങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത, ഇതെല്ലാം എങ്ങനെ പഠിച്ചു ഇതെല്ലാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് അവന് ഈ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോടെ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റിയത്. പക്ഷേ മറ്റവർക്ക്, അവിടെ നസ്രത്തിലെ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ആ ഭവനത്തിലെ ആളല്ലേ, ഇത്രയും പഠിച്ചോ, എവിടെ നിന്ന് പഠിച്ചു, നമ്മളുടെ അറിവിലൊന്നും ഇത്രയും പഠിച്ചതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതാണ്, നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ്, അറിയുന്നതാണ്. എല്ലായിടത്തും അങ്ങനെയാണ് മേൽക്കോയ്മ മറ്റുള്ളവരുടെ മേൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്, മറ്റവൻ എങ്ങനെയായിരുന്നാലും അവനെ താഴ്ത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുതുതായിട്ടൊരാൾ വരുമ്പോൾ അവർ ഒപ്പം തന്നെ കൂടി നിൽക്കണം, തങ്ങളോട് ചേർന്ന് കൂടി നിന്ന് പ്രവർത്തിച്ച് പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇന്നും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് ദൈവം കൽപ്പിക്കുന്നത് ചെയ്യുന്ന, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടി ചെയ്യുന്ന അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ കാലത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അടുത്തതായിട്ട് ലൂക്ക കാണിക്കുന്നത്. മറ്റുള്ളവരും സ്വന്തം നാട്ടിലെ ജനങ്ങളുമായിട്ട് ഉള്ള വ്യത്യാസം ഇവിടെ പ്രകടമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്നത് അങ്ങനെയല്ല, ഇതെല്ലാം അതിനൊക്കെ ശേഷമാണ് മറ്റ് സുവിശേഷം. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ നസ്രത്തിലെ അനുഭവം ഇതിന് ശേഷമാണ്, മറ്റുള്ളവരുടെ പ്രവർത്തന ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നു, നീ അവിടെ കഫർനാമിൽ പ്രവർത്തിച്ചതുപോലെ ഇവിടെയും പ്രവർത്തിക്കുക എന്ന് നിങ്ങൾ പറയും. അതായത് കഫർനാമിൽ നീ ചെയ്ത 23-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായം, നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് ഇനിയും പറയും. കാരണം മനസ്സിലാക്കും, സർവ്വജനതകളും സർവ്വദേശങ്ങളും യേശുവിനെ മനസ്സിലാക്കും, അംഗീകരിക്കും, ആദരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ പറയും, പക്ഷേ ഞാനിതാ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ വലിയ സ്വീകരണമായിരുന്നു. കാരണം ജനങ്ങൾ, ദൈവാത്മാവ് അവരെ അതിനെ പ്രേരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ലൂക്ക ഇവിടെ പ്രകടമായിട്ട് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾ തിരസ്കരിക്കുന്നു, ദൈവജനമെന്ന് സ്വയം അഭിമാനിക്കുന്നവർ തിരസ്കരിക്കുന്നു, മറ്റുള്ളവർ ദൈവത്തെ, ദൈവം അയച്ചവനെ അവർ സ്വീകരിക്കുകയും ആദരിക്കുകയും അതിനെ കൂടെ കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 38 ഇവിടെ പറയുന്നുണ്ട്, പത്രോസിൻ്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അപ്പം ഇവിടെ ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ മധ്യസ്ഥം വഹിക്കുകയാണ്. അങ്ങനെയാണ് യേശു ശിമയോൻ്റെ വീട്ടിൽ പോയത്. അതുവരെ നമ്മളിവിടെ ലൂക്ക ഈ ശിമയോനെ പിൽക്കാലത്ത് പത്രോസ് എന്ന പേരായ ശിമയോനെ
അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെ ആദ്യമേ അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ സുവിശേഷത്തിൽ, അതായത് മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ. അപ്പോൾ അത് പാരലൽ സുവിശേഷങ്ങളെന്ന് പറയുന്ന അതിൽ അവർ ഇതിനെയൊക്കെ ശേഷം ആദ്യമേ ശിമയോനെയൊക്കെ അവതരിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെയൊക്കെ. ഇവിടെ ലൂക്ക ക്രമാനുസൃതമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു വിവരണം, ഒരു സാഹിത്യ രീതിയിലുള്ള ആയിട്ടുള്ള ഒരു വിവരണമാണ്, തൻ്റെ സാഹിത്യ രചനയാണത് കാണിക്കുന്നത്. അപ്പം ഒരു കാര്യം പറയുമ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ യുക്തിയുക്തമായിട്ട് പറയണം. അപ്പോൾ ശിമയോനെ പെട്ടെന്ന് ഇങ്ങോട്ട് മറ്റുള്ള സിനപ്റ്റിക് സുവിശേഷങ്ങളിലൊക്കെ സമാന്തര സുവിശേഷങ്ങൾ, മർക്കോസും ലൂക്കോസും പിന്നെ മത്തായിയും, ഇതാണ് സമാന്തര സുവിശേഷങ്ങൾ. അതിൽ ഈ ലൂക്ക ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ആദ്യമേ അവിടെ ശിമയോനെ ചെന്ന് വിളിക്കുന്നു, ശിഷ്യന്മാരെ വിളിക്കുന്നു, അവരെ എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ പോരുക എന്ന് പറയുമ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അത് സാധാരണ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അതിശയമായിട്ട് തോന്നും. എങ്ങനെയാണ് ഒരാൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ, അത് പ്രവാചകൻ ആരും ആയിക്കോട്ടെ വന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും തന്നെ സംശയങ്ങൾ ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ പഠിക്കുകയും അതിനെപ്പറ്റി പിന്നെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒരു ആത്മാവിൻ്റെ സഹായത്തോടുകൂടി, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചുരുളുകൾ അഴിയുന്ന നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ലൂക്ക ആദ്യമേ ശിമയോൻ്റെ വീട്ടിൽ എത്തിയ കാര്യം പറയുന്നത്? മറ്റുള്ളവർ രണ്ടാമതാണല്ലോ. ആ കർത്താവ് ശിമയോൻ്റെ വീട്ടിൽ എത്തിയെന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ പ്രേരിപ്പിച്ചിട്ടാണ് അവർ പറയുന്നത്. ശിമയോൻ്റെ ആ വീട്ടിൽ പനി ബാധിച്ച് ശിമയോൻ്റെ അമ്മായിയമ്മ കിടക്കുന്നു. അപ്പോൾ ഇവിടെ ഇവിടാണ് ശിമയോനെ അവതരിപ്പിക്കുന്നത്. ശിമയോൻ്റെ വീട്ടിൽ കർത്താവ് നേരിട്ട് ഒരു പരിചയമില്ല, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ. അതെല്ലാം ശിമയോനും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, അത് എല്ലാം അറിയുന്നുണ്ട്. എന്നാലും അതെല്ലാം മനസ്സിലിങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്, എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മളെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ പറയുന്നു ആ രോഗിയായ ഒരുപാട് പേര് രോഗികളെയൊക്കെ സുഖപ്പെടുത്തി കർത്താവ്. അപ്പോഴാണ് പറയുന്നത് ആ ശിമയോൻ്റെ അമ്മ, കാരണം ശിമയോൻ അവിടെ പ്രധാനിയാണ്, മുക്കുവരുടെ കൂട്ടത്തിൽ, മീൻപിടുത്തക്കാരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ്, അവരുടെ മൂപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു അവിടെ ഒന്ന് ചെല്ലണമെന്ന് സുഖപ്പെടും. അപ്പോൾ കർത്താവ് അത് യേശു നിരാകരിക്കുകയല്ല, അവിടെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവളുടെ അവർ സഹായം അപേക്ഷിച്ചു, ആളുകൾ അവൾക്ക് വേണ്ടി സഹായം അപേക്ഷിച്ചു. മധ്യസ്ഥത നമ്മൾക്ക് ഇപ്പോഴും ചിലർ പറയും മധ്യസ്ഥത പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ അനുഭവിക്കുന്ന ആൾ പറയണമെന്നില്ല, മറ്റുള്ളവർക്ക് ആവശ്യപ്പെട്ടാലും അവിടെ ദൈവത്തിന് ദൈവം സ്വീകരിക്കും, പ്രവർത്തിക്കും അവർക്ക് വേണ്ടി, അവരുടെ വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കും. അത് പിന്നെ ഇങ്ങോട്ട് സുവിശേഷത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാം. അപ്പോൾ അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ചിന്തിക്കണം. അപ്പം പത്രോസ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള രോഗശാന്തികളെല്ലാം. തൻ്റെ അമ്മായിയമ്മയെ ഉടനെ കൈവച്ച് സുഖപ്പെടുത്തി. അവളെ തൊട്ടപ്പോൾ പനി വിട്ടുമാറാൻ പറഞ്ഞ് പനിയെ ശാസിച്ചപ്പോൾ പനി മാറി, സുഖപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പനി വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സഹായം സ്വീകരിച്ചു, ദൈവം സഹായിച്ചു. അപ്പോൾ അങ്ങനെ ദൈവത്തെ അറിഞ്ഞു, മനസ്സിലായി. അപ്പോൾ അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവർ, ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ദൈവത്തെ കണ്ടാൽ, യേശുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ അവർക്ക് പിന്മാറാൻ പറ്റത്തില്ല. പിന്മാറരുത്.
അത് അശുദ്ധാത്മാവ് സാത്താൻ എപ്പോഴും നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും പിന്മാറുന്നതിന്. ഇപ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. സുവിശേഷകർ ഈ സുവിശേഷ രംഗത്ത് എല്ലാവരും തന്നെ വരുന്നുണ്ട്. അല്ലാതെ വൈദികരും കന്യാസ്ത്രീകളും മാത്രമല്ല മിഷണറിമാരായിട്ട് വരുന്നത്. എല്ലാവരും എല്ലാ തലത്തിലും ഉള്ളവർ വരുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ അന്തസ്സിലും ഉള്ളവർ സുവിശേഷം ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി രംഗത്ത് വരുന്നുണ്ട്. എല്ലാവരോടും പ്രസംഗിച്ചത് എല്ലാ നാട്ടിലും സാംസ്കാരികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നിടത്തും ദൈവത്തെയും ഒന്നും അറിയാതെ പ്രകൃതി ശക്തികളെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിയുന്ന ജനങ്ങളുടെ ഇടയിലേക്കും വരുന്നുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഈ ഭാരതത്തിലും ഒക്കെ ധാരാളം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ക്രൈസ്തവ പീഠ മിഷണറിമാരെ ഇങ്ങനെ സുവിശേഷകരെ എല്ലാം ദൈവവേലയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെയൊക്കെ അവർ കൊല്ലുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു, അവരുടെ മേലില്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു. അധികാരികൾ പോലീസുകാരുൾപ്പെടെ എല്ലാവരും തന്നെ നിസ്സംഗതയോടെ മാറി നിൽക്കുന്നു. അപ്പം അവർക്ക് ഇതിലൊന്നും പങ്കില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു. ചില കാപാലികരാണ് തീവ്രവാദികൾ. അവർ പറയുന്ന പോലെ മറ്റ് ജനങ്ങളും കേൾക്കുന്നു. അവരെ സർക്കാരും ഭരണകൂടവും നിയമ അധികാരികളും അങ്ങനെ തന്നെ ചെയ്യുന്ന അവർ പറയുന്ന പോലെ ഈ കാപാലികർ പറയുന്നത് പോലെ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ കിരാത സംസ്കാരമുള്ള ഈ കാപാലികർ അവർ അല്പം മറ്റ് സംസ്കാരത്തിൽ നിന്നും ഈ താഴെക്കടയിലുള്ള സംസ്കാരത്തിൽ നിന്നും അവരുടേതായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി ലൗകികമായിട്ട് ലോകത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ ഒരുപാട് മാറിക്കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു. അപ്പം മറ്റുള്ളവരെ അടിമകളാക്കി ഇനിയും കൊണ്ടുവരാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നിർത്തണം. അതിൽ നിന്ന് അവർ മാറി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ദൈവരാജ്യത്തിന് അനുകൂലമായിട്ട് അവർ ഇവിടെ ജീവിക്കണം, അതിന് അനുരൂപമായിട്ട് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അവർ ആരുടെയും അടിമകളല്ല, സ്വതന്ത്രരാണ്. ഇവിടെ യേശുവും വസ്ത്രത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. എല്ലാവരും നിങ്ങൾ ഇനിയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വീകാര്യമായ ആ വത്സരം ഇത് ഈ ആ വത്സരമാണല്ലോ, ജൂബിലി വർഷമാണ്. അപ്പോൾ അതുപോലെ ഇനി അത് തുടർച്ചയാണത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരും സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ആ സ്വീകാര്യമായ വത്സരം എല്ലാവരും സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ അന്ന് അവർക്കത് മനസ്സിലായില്ല, അവർക്ക് പറ്റത്തില്ല. തങ്ങളുടെ അധികാരങ്ങളെല്ലാം വിട്ടുപോകണം, അധികാരത്തിന് കീഴിലുള്ളവരെല്ലാം വിട്ടുപോകുന്ന അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുതന്നെയാണ് ഇന്നത്തെ കാലത്ത് ഈ 2000 വർഷത്തിന് ശേഷവും ഇപ്പോഴും നടക്കുന്നത്. അത് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ ആണ് നടക്കുന്നത്. നമ്മൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അതുകൊണ്ടാണ് മിഷണറിമാരെയും ഒക്കെ അവർ ദ്രോഹിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നത്. നിയമ അധികാരികൾക്ക് പോലും നിയമപാലകർക്ക് പോലും അത് ഭയമാണ് ഇതിനെ സ്വീകരിക്കാൻ. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവർക്കും സമത്വ, സ്വാതന്ത്ര്യം, സമാധാനം ഇതെല്ലാം എല്ലാവരും അനുഭവിക്കേണ്ടതാണ് ദൈവം പ്രദാനം ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, അവരുടെ അധികാരത്തിലാണ് എന്നുള്ളത് അംഗീകരിക്കാൻ വയ്യ. തങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില അധികാരാവകാശങ്ങളെല്ലാം ആസ്വദിക്കണം, മറ്റുള്ളവർ ആസ്വദിക്കാൻ പാടില്ല. തങ്ങൾക്കിതെല്ലാം കൈവശമാക്കാൻ വേണ്ടി മറ്റുള്ളവർ അധ്വാനിക്കണം എന്നുള്ള ആ ചിന്താഗതിയാണ്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ ഇന്നും തുടരുകയാണ്. ഇടക്കാലത്ത് മാറി നിന്നിരുന്നു, വീണ്ടും ആ രംഗത്തേക്ക് വരുന്നത് ദൈവരാജ്യത്തിൻ്റെ ആഗമനം അതിൻ്റെ പൂർണ്ണതയിലെത്താനാണ് എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തോടുകൂടി എത്തുന്നതിനാണ്. അത് അന്ത്യകാലം അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ സംഭവിക്കും, ഇന്ന് സംഭവിക്കും, നാളെ സംഭവിക്കും, അടുത്ത വർഷങ്ങളിൽ എന്നൊന്നും പറയാൻ ആർക്കും പറ്റത്തില്ല. ഏതായാലും അതിൻ്റെ ലക്ഷണങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെല്ലാം സഹിക്കുന്നത്. അത് നമ്മൾക്ക് സഹിക്കാനാണല്ലോ യേശു പഠിപ്പിച്ചത്. അപ്പം മറ്റു ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ അവിടെ ഈ പ്രവർത്തനങ്ങൾ പത്രോസിൻ്റെ ശിമയോൻ്റെ ഭവനത്തിൽ യേശു പ്രവർത്തിച്ച ഈ കാര്യങ്ങളെല്ലാം പത്രോസ് കണ്ടും കേട്ടും അറിഞ്ഞും ഹൃദയത്തിൽ നേരത്തെ കേട്ടറിഞ്ഞതെല്ലാം ധ്യാനിച്ചൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിച്ചെന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ എന്താണ്, ആരാണ്, എങ്ങനെയാണ്. അപ്പോൾ പത്രോസിന് യേശുവിനെ പറ്റിയുള്ളൊരു പൂർണ്ണ ജ്ഞാനം നേരത്തെ തന്നെ കിട്ടുന്നു.
അതാണ് ഇവിടുത്തെ ലൂക്കായുടെ ആ രചനാ പാടവത്തിലുള്ള ഒരു സവിശേഷത മറ്റുള്ളവരെക്കാളും. മറ്റുള്ളവരെ പെട്ടെന്ന് ഇങ്ങോട്ട് യേശു കാണുന്നു, കടൽ തീരത്ത് പ്രവൃത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കാണുന്നു, അതുമായിട്ട് ഉടനെ വിളിക്കുന്നു, ഇഞ്ഞു പോരുന്നു എന്നുള്ളത്. അപ്പോൾ അത് സാമാന്യ ജനങ്ങൾക്കൊരു ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമാണ്. എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു? ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി എന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊരു കാരണം സാമാന്യ ജനങ്ങൾക്കും മനസ്സിലാകണം, യുക്തിവാദികൾക്കും മനസ്സിലാകണം. അതാണ് ഇവിടെ ലൂക്ക ചെയ്തത്. കാരണം ലൂക്ക നല്ല ഒരു ചിത്രകാരനാണ്, ഞാൻ പറഞ്ഞ ഒരു ഡോക്ടറാണ്, അന്നത്തെ കാലത്തെ പേരുകേട്ട ഡോക്ടറാണ്, വലിയ പേരുകേട്ട ചിത്രകാരനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കണിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാണുന്നത് അതുകൊണ്ട് അപ്പോൾ ഈ പത്രോസിന് അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച യേശുവിനെ പറ്റി കിട്ടി. പക്ഷേ അത് എങ്ങനെയാണ് വിട്ടുപോകുന്ന ആ സമയം വന്ന് നമ്മളത് മാറ്റുന്ന എങ്ങനെ അത് പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അതിനെ അനുയാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുകൂടാ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പത്രോസ് പത്രോസും കൂട്ടരും. പത്രോസിൻ്റെ കീഴിൽ ഒരുപാട് പേര് ഉണ്ട്, പണി ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്, അതുപോലുള്ളവർ. പക്ഷേ പത്രോസാണ് കരയിലെ തീരത്തെ മൂപ്പൻ. അതുകൊണ്ട് പത്രോസ് പറയുന്നതൊക്കെ അവർ സ്വീകരിക്കും, നടക്കും. അപ്പോൾ അതാണ് ഇവിടെ ലൂക്ക അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രചന അല്ലായിരുന്നു അവരുടേത്. അപ്പോഴപ്പോഴേ അവരുടെ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടേതായ ഓരോ തലത്തിൽ അവർ രചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിമയോൻ്റെ വീട്ടിൽ വെച്ച് ഉള്ള അതിശയങ്ങളെല്ലാം ഇന്ന് അപ്പം അവിടെ അവരെല്ലാം കണ്ടു, കേട്ടു, വിശ്വസിച്ചു. അവരുടെ വിശ്വാസം കൊണ്ടാണ്, അവരുടെ ദൈവത്തെ സ്വീകാര്യത കൊണ്ടാണ് അവർക്ക് ഇതെല്ലാം അവിടെ ഈ അതിശയങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. യേശുവിനെ നസ്രത്തിൽ അത് അവർക്ക് സ്വീകാര്യതയല്ലായിരുന്നു. അവരുടെ മനസ്സ് അസ്വീകാര്യങ്ങൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ യേശുവിനൊന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. ഓരോരുത്തരുടെ മേൽ കൈകൾ വെച്ച് അവൻ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്കറിയാമായിരുന്നുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ അങ്ങനെ കൈകൾ വെച്ച് അശുദ്ധാത്മാക്കളെയൊക്കെ പുറത്താക്കിച്ചു. അതൊക്കെ ധാരാളം ആളുകളെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് അവർ സുഖപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയാണ്. ഇവരെന്തുമാണ് പറയുന്നത്? ഈ പിശാചുക്കൾക്കറിയാം, മനുഷ്യർക്ക് അറിഞ്ഞുകൂടാമെങ്കിലും അവർക്കറിയാം ദൈവാത്മാവിനെ പോലെ തന്നെയാണ്, പരിശുദ്ധാത്മാവിനെ പോലെയാണ് അവർക്കും മനസ്സിലാകുന്ന ആ ബോധമുണ്ട്, അവൻ ദൈവപുത്രനാണെന്ന്. ജനതകളെ മോചിപ്പിക്കാൻ എല്ലാവിധമായുള്ള മോചനവും ആത്മീയവും ലൗകികവും ആയിട്ടുള്ള സർവ ബന്ധനങ്ങളിൽ നിന്നും സർവ അധീശത്വങ്ങളിൽ നിന്നും ഉള്ള മോചനത്തിന് വേണ്ടി ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ദൈവപുത്രനാണ്, ക്രിസ്തുവാണ്, മിശിഹായാണ് എന്ന് അവർക്കറിയാം. ഇത് അവർ വിളിച്ച് പറഞ്ഞ് കൊണ്ട് പോകുന്ന എല്ലാ ജനങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് അവരൊക്കെ ഒരു അതിശയത്തിൻ്റെ പേരിൽ അത്ഭുത പ്രവൃത്തി കാണുന്ന ഒരു സന്തോഷത്തിലും ഒരു ലഹരിയിലുമാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെ പത്രോസ് ഇതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് ഇതെല്ലാം കേട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ ദൈവപുത്രനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ പത്രോസിനെ വിളിച്ച ഉടനെ പത്രോസിനും കൂട്ടരും പത്രോസിനെ വിളിച്ച ഉടനെ നമ്മൾ കാണുന്നത് ആദ്യത്തെ ശിഷ്യന്മാർ 5-ാം അധ്യായം 1 മുതലുള്ള ഉടനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിളിച്ച ഉടനെ നീ എന്നെ അനുഗമിക്കുമെന്ന് പറയുമ്പോൾ ഇട്ടിട്ട് പോരാനുള്ള കാരണം എന്താ? അങ്ങനെ ചെയ്യുമോ? നമ്മളാരും ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ലൂക്ക ഇവിടെ ഒരു യുക്തിസഹമായിട്ട് ഇവിടെ അവതരിപ്പിക്കുക. അപ്പം പത്രോസിന് നേരത്തെ ശിമയോന് നേരത്തെ തന്നെ യേശുവിനെ പറ്റി വ്യക്തമായ ഒരു ബോധ്യം വന്നിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം കേട്ടപ്പോൾ പിശാചുക്കളെയൊക്കെ പോലും യേശുവിനെ അനുസരിക്കുന്നു. അപ്പോൾ അവൻ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് പരസ്യമാക്കണ്ട,
ഇപ്പോൾ പരസ്യമാക്കാനുള്ള സമയമായില്ല. ദൈവപുത്രനാണ്, ദൈവരാജ്യം സ്ഥാപിക്കാനാണ്, എല്ലാവരെയും സർവ്വബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മുഴുവൻ മോചിപ്പിക്കാനാണ് വന്നത് എന്നുള്ളത് പരസ്യമാക്കാനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് യേശു അവിടെ അവർ ശാസിച്ച് ആ പിശാചുക്കളെ പറയുന്നത്. മിണ്ടാതെ പോയിക്കോണം. എന്തുകൊണ്ടാണ് അവർ തള്ളിയിട്ടിട്ടൊക്കെ പോകുന്നത്? അത് പിശാചുക്കളുടെ ഇതാണ്, ജോലിയാണ്. അത് പിശാചുക്കളാണ് ഈ വിളിച്ച് പറയുന്നത്. ആരാ? പിശാചുക്കളാണ്. ഈ മറ്റ് ജനങ്ങൾ, ഈ സാധാരണ ജനങ്ങളല്ല, പിശാചുക്കൾക്കറിയാം. അതുകൊണ്ട് അവർ അത് വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം നമുക്ക് ഒന്നും കൂടെ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ വിശദമാക്കാം. ചിലർക്ക് അതല്ലെങ്കിൽ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒന്നും അറിയാം, ബൈബിളിനെ പറ്റി അറിയാൻ വയ്യാത്തവർക്ക് ഒരുപാട് സംശയം വരും. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇത്ര വിശദമായിട്ട് ഞാൻ അത് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം കേൾക്കുകയും മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരും മനസ്സിലാക്കട്ടെ. ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഇത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ഒരു സുവിശേഷ പ്രചരണ സഹായം നിങ്ങൾ ചെയ്യണം. ആർക്കാ സഹായം ചെയ്യുന്നത്? എനിക്കല്ല, ദൈവത്തിനാണ് ചെയ്യുന്നത്. അത് ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിന് വേണ്ടി അത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം, അയക്കണം. യൂട്യൂബിൽ ഇത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഓരോ വീഡിയോകളും. ഈ നോയമ്പ് കാലത്തേക്ക് അതിന് കുറച്ച് താമസം വരും. നോയമ്പ് കാല പ്രാർത്ഥനകളും കാര്യങ്ങളും ആചാരങ്ങളെല്ലാം ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെ ഇതിന് മറ്റ് സ്വന്തം കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് താമസങ്ങൾ വരും. ചിലപ്പോൾ വിട്ടുപോകും. അല്പം ദൈർഘ്യം ഇച്ചിരി കൂടിയെന്ന് വരും. അതിന് ആ വിടവ്, ആ ഇൻ്റർവെല്ല് ഒരു വീഡിയോ ഇനി ചിലപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് ഞാൻ നോയമ്പിനെ പറ്റിയുള്ള ധ്യാനങ്ങളായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.